Hello, Assalamu alaikum. Just finished my work, heading back home. സൗണ്ട് ക്ലിയർ ആണോ കേൾക്കുന്നുണ്ടോ അല്ലേ അറിഞ്ഞൂടാ. അത് റോഡ് സൈഡിലാണ്, സോ സൗണ്ട് ചിലപ്പം ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാവാം. ആൻഡ് ദേഴ്സ് വാർ എസ്കലേഷൻസ് അക്രോസ് ദ വേൾഡ്. എന്തും സംഭവിക്കാം. ബട്ട് ഇങ്ങനെ ചില എന്താ പറയുക, ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിശ്ചയമായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ എന്നുള്ള കാര്യങ്ങളുണ്ട്. അതാലോചിച്ച് നിന്നിട്ട് നമ്മൾ പേടിക്കുന്നതിലോ അല്ലെങ്കിൽ പരിഭ്രാന്തി കൂട്ടുന്നതിലോ ഒന്നും കാര്യമില്ല. സോ ഇറാൻ ഇസ്രായേൽ US വാർ എന്നുള്ളത് അങ്ങനത്തെ ഒന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ്. ഖമേനി ഇസ്രായേൽ നോട്ട് ഇസ്രായേൽ, ഇറാനിയൻ ലീഡർ മരിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കൺഫേംഡ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പോൾ അല്ലാണ്ടുള്ള എന്താ പറയുക, ഒരു വാർത്ത പ്രചരണം നടക്കുന്നുണ്ട്. സോ അത് സത്യം എന്താണ് എന്നുള്ളത് കൺഫേം ആവാണ്ട് അതിനെക്കുറിച്ച് ബോധരാകേണ്ട ആവശ്യമില്ല. ആൻഡ് ദാറ്റ്സ് വാട്ട് ദേ വാണ്ട്. അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഇസ്രായേലിനും അതേപോലെ US-നും വാട്ട്എവർ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. പൊളിറ്റിക്സ് എനിക്ക് അധികം താല്പര്യമില്ല. സംസാരിക്കാൻ നടക്കാനുള്ളതൊക്കെ നടക്കും. ദെൻ 2026 ഈ വർഷം തുടങ്ങിയതേ ഓർമ്മയുള്ളൂ. ഇപ്പം ഓൾമോസ്റ്റ് 16% of the year is finished. Now we have 306 days left. Anyway, റമദാനൊക്കെ ഉഷാറായി പോകുന്നെന്ന് വിചാരിക്കുന്നു. ഇപ്പം 1/3 of Ramadan is finished. അൽഹംദുലില്ലാ, എല്ലാതും ഖൈറായിട്ട് പോയെന്ന് ഞാൻ വിചാരിക്കണം. And yesterday I had the chance to meet the Dawa boys. Not the Dawa boys. It's Akhi Ayman is really good. How do I say that? A preacher, maybe. I don't want to say he's a scholar because he's no dad lover, but he influenced a lot, especially youngsters across UK. Not just in UK, Western countries. So I had a chance to meet him. Such a nice guy, such a nice person. Then met Sneeko, who was one of my favorite YouTuber, and Sony Fars. So they were here in London. എന്തില്ല, അവരെ കണ്ടു. നല്ല നൈസ് ആൾക്കാർ. അവരൊക്കെ എന്ത് വലുപ്പം വരും, ഒന്നിരുമ്പലും നോക്കുമ്പോൾ അങ്ങനെ കൊച്ചായി പോകും. എനിവേ, ഇവർക്ക് നമ്മൾ ആവറേജ് ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് നല്ല ഹൈറ്റ് ഉണ്ടെന്ന് പറയാം. ആൻഡ് അതുകൊണ്ടാണ് ഇന്ത്യക്കാർക്കൊക്കെ ഫുട്ബോളിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്നത്. കാരണം ഇവരുടെ ഫിസിക്ക് അത്രയ്ക്കും ഉണ്ടാവും. റമദാൻ ആയതുകൊണ്ട് മാത്രം ഇൻഷാ അല്ലാഹ് പറ്റുന്ന ഒരു വീഡിയോ വെച്ച് ചെയ്യാനാണ്, വീക്കിലി ഒരു വീഡിയോ വെച്ച് ചെയ്യാനാണ് പ്ലാൻ. എനിക്ക് എൻ്റെ ഡെയിലി ലൈഫ് കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് ഒരു താല്പര്യമല്ല, അങ്ങനത്തെ ടോപ്പിക്കുകളും അല്ല. ആൻഡ് പിന്നെ ഈ പറഞ്ഞ പൊളിറ്റിക്സോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളൊക്കെ, അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ആരൊക്കെ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ like always mention, I have saved their videos in my playlist. You can go and have a look if you're interested, of course. So I think that's it for today. And if you're someone who's traveling to Middle East or someone who's living in Middle East, look after yourself, take care. I know it's a sacred month, and this is so unfortunate. ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നതിൽ യുദ്ധത്തിൻ്റെ കാര്യം ഉദ്ദേശിച്ചത്. ഇവിടുന്ന് നാട്ടിലേക്ക് പോയ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവരിവിടെ എത്തിയിട്ടില്ല, ഇന്ന് എത്തേണ്ടതാണ്. സോ അവരൊക്കെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്.
ആൻഡ് ഒരിക്കലും യുദ്ധം അതിനെ സപ്പോർട്ട് ചെയ്യേ അല്ലെങ്കിൽ അതിന് നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയൊന്നും ചെയ്യണമല്ല. യുദ്ധം കണ്ടവർക്കും അല്ലെങ്കിൽ യുദ്ധം അനുഭവിച്ചവർക്കും അനുഭവിക്കാത്തവർക്കും രണ്ട് പെർസ്പെക്റ്റീവ് ഓഫ് വേൾഡ് വ്യൂ ആണ് ഉണ്ടാവുക. ആൻഡ് യാ സോ